മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാനിന്നൊരു വ്യത്യസ്തമായ രീതിയിലിട്ട് വഴുതനങ്ങ കറി ഉണ്ടാക്കാനാണ് വീഡിയോ എടുക്കുന്നത്. അതായത് ഇത് ഞാനിവിടെ നാടൻ വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. വഴുതനങ്ങ ഞാൻ ഇതേപോലെ തന്നെ ഇച്ചിരി കനത്തിൽ അത്യാവശ്യം നീളത്തിലൊക്കെ ഞാൻ ഇതേപോലെ തന്നെ അരിഞ്ഞിട്ടുണ്ടാവും. ഒത്തിരി കനം കുറച്ച് അരിയേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് ഈ വഴുതനങ്ങ എൻ്റെ സ്പെഷ്യൽ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം വറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ പാൻ ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് എണ്ണ ഒഴിക്കാം. അങ്ങനെ ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുവാണ്. ആവശ്യത്തിനുള്ളത് ഒരു 2 ടേബിൾ സ്പൂണുള്ള എണ്ണ ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ടാവും. അങ്ങനെ എണ്ണയെല്ലാം നല്ലതുപോലെ ചൂടായി വന്നതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കടുകിടാം. ഒത്തിരി കടുകിൻ്റെ ആവശ്യമില്ല. കടുകിട്ട് പൊട്ടിച്ച് വഴറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കടുക് എടുത്താൽ മതിയാവും. അങ്ങനെ ഇവിടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഉലുവയെല്ലാം കൂടി ബ്രൗൺ കളറായി വരണം. അങ്ങനെ ഉലുവയെല്ലാം ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു 10-12 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ഞാനിതുപോലെ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. നമുക്ക് ചുമന്നുള്ളി തന്നെ ചേർക്കണം. അതാണ് അതിൻ്റെ ഒരു സ്വാദ് വരുന്നത്. ചുമന്നുള്ളിക്ക് പകരം സവാള ചേർത്താൽ അത്രയും ശരിയാകത്തില്ല. അതുകൊണ്ടിട്ടാണ് എല്ലാവരും ചുമന്നുള്ളി ചേർക്കാൻ ശ്രദ്ധിക്കുക. സവാള ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ചുമന്നുള്ളി ഇടുമ്പോഴാണ് ഒരു പ്രത്യേക സ്വാദായിട്ട് വരുന്നത്. ചുമന്നുള്ളി ഇട്ട് നമ്മൾ എന്ത് കറി വെച്ചാലും നല്ല സ്വാദാണ്. അതുകൊണ്ടിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അങ്ങനെ ചുമന്നുള്ളി ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടി കിട്ടണം. ജസ്റ്റ് ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതിയാവും. അങ്ങനെ ചുമന്നുള്ളിയൊക്കെ വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഞാനിതെല്ലാം കൂടി പേസ്റ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിനകത്തോട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 8 അല്ലി വെളുത്തുള്ളി നമുക്ക് എടുക്കാം. ഇഞ്ചിയും അതുപോലെ തന്നെ അത്യാവശ്യം ഇച്ചിരി വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 4 ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം വെളുത്തുള്ളി അത്ര ഉള്ളതുകൊണ്ട് ഇഞ്ചി ഞാൻ അത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കിട്ടങ്ങ് വഴറ്റാം. ഞാൻ ചതച്ചാണ് എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചിയും. നമ്മൾ കറികളൊക്കെ ഇതുപോലെ ഇങ്ങനെയൊക്കെ നന്നായിട്ട് വയ്ക്കുമ്പോൾ നമ്മൾ ചതച്ചിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ചതച്ചിടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ അതിൻ്റെ സത്തൊക്കെ ശരിക്കും ഇറങ്ങി വരും. അരിഞ്ഞിട്ടാൽ അത്രയും നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ ചതച്ചിട്ടിരിക്കുന്നത്. ഇനി ഇതൊന്ന് വഴറ്റാൻ വയ്ക്കാം. അത്യാവശ്യം നന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളി വഴറ്റിയിട്ടിട്ടുണ്ട്. ഈ സമയം വരെ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് തീയ്. എപ്പോഴും അത് ശ്രദ്ധിക്കുക. ഇനി ഇതിനകത്തോട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വഴുതനങ്ങ നമുക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വഴുതനങ്ങ ഒന്ന് ജസ്റ്റ് ഈ എണ്ണയിലൊക്കെ ഇട്ട് ഇതിൻ്റെ കൂടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വന്നം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. വഴുതനങ്ങ ജസ്റ്റ് ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതിയാവും. ഒത്തിരി ഇട്ട് നമ്മൾ വഴറ്റാൻ നിൽക്കരുത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ഉള്ളിയൊക്കെ ശരിക്കും മൊരിഞ്ഞു പോകും. അതുകൊണ്ടിട്ടാണ്. ഇനി അതിനകത്തോട്ട് നമുക്കൊരു ചെറിയൊരു സൈസ് ഞാൻ തക്കാളി എടുത്തിട്ടുണ്ട്. ചെറുതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ 4 വശം കീറിയിട്ടാണ് ഞാൻ ഇതിനകത്തോട്ട് ഇടുവാണ്. ഇതെല്ലാം കൂടി നമുക്കൊന്നും കൂടി വഴറ്റാൻ വയ്ക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് അതിനകത്തോട്ട് ചേർത്തിരിക്കുന്നത്. പച്ചമുളക് നമ്മൾ വഴറ്റാൻ നേരത്ത് പച്ചമുളക് ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ. ഇത്രയും പൊടികളാണ് ഞാൻ ഇതിനകത്തോട്ട് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വാളംപുളിയാണ്. പുളിവെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. കുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. അപ്പം ഞാൻ പുളിവെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ മൂത്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാൻ ഉപ്പ് നേരത്തെ ഇടാഞ്ഞത് പുളിവെള്ളം ചേർക്കുന്നുള്ളതുകൊണ്ടാണ്. അതനുസരിച്ച് ഉപ്പിട്ടാൽ മതിയല്ലോ എന്നോർത്തുകൊണ്ടാണ്. നേരത്തെ എല്ലാവർക്കും വഴറ്റണ സമയത്ത് ഉപ്പിടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പിടാം. അങ്ങനെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്.
അങ്ങനെ നമുക്കിത് അടച്ചു വയ്ക്കാം. അങ്ങനെ അടച്ചു വെച്ച് ഞാൻ പുളിവെള്ളമൊക്കെ ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ പുളിയൊക്കെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് പാകത്തിനല്ലെങ്കിൽ പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ ഉപ്പെല്ലാം പാകത്തിന് നോക്കിയിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് വെള്ളം ഒഴിക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഫുള്ളിലിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രം പെട്ടെന്ന് തിളച്ച് കിട്ടും. അങ്ങനെ നന്നായിട്ട് ഇത് തിളച്ചൊക്കെ വന്ന് ഇച്ചിരി വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, വഴുതനങ്ങയും തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പും പുളിയും എരിവൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര നമുക്ക് ഒന്ന് തൂവാം. ഞാനൊരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിനകത്തോട്ട് തൂവുന്നുണ്ട്. ഇച്ചിരി മധുരവും പുളിയും എരിവൊക്കെ ചെല്ലുന്നതാണ് ഈ കറിയുടെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ചെല്ലുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ചേർത്തത്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഇച്ചിരി ഒരു ടേബിൾ സ്പൂണോളം ചെറുകിയത് ചേർത്താലും മതിയാകും. ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇത് നല്ലൊരു പരുവത്തിൽ എനിക്കിത് കിട്ടി. ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ എടുക്കുന്നത്. കുറച്ചും കൂടി നിങ്ങൾക്ക് പറ്റിച്ച് ഡ്രൈ ആക്കണമെങ്കിൽ ആക്കാം. എനിക്കിത് മതിയാകും. അങ്ങനെ ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മളിതേപോലെ തന്നെ വെജിറ്റബിൾസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമ്മൾ കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അങ്ങനെ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ കാണും വരെ ബായ്.